മച്ചന്മാർക്ക് നമ്മൾ പുതിയ ഉത്സവം കേട്ടോ. നമ്മളിപ്പോൾ ചാൽശ്ശേരി മണ്ണിലുള്ള നമ്മളിപ്പോൾ കുറച്ച് നേരം എത്തിയിട്ടാണ്. നമ്മളിപ്പോൾ ലിബർട്ടി ഉണ്ണിക്കുട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ വൈകുന്നേരത്തോടെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. രാവിലെ ചെറിയ പേര് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിക്കിട്ടത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് എല്ലാം സബ് ചെയ്താൽ ഓക്കെ, എന്നാൽ ലൈക്കും ചെയ്യട്ടോ. ചമ്മൻ്റെ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ ഉണ്ട് കേട്ടോ. മിക്കവാറും ഇവിടെ തന്നെ ഇറക്കുന്നുണ്ടാവും. അവിടെ വേറെ ഞാൻ ഇവിടെ ഉണ്ട്. ഉണ്ണിക്കുട്ടനെ അടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെ റോഡിൽ കറങ്ങാനിട്ടാ. ചമാരെ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് ഇതാ കുറച്ചാണ് നിൽക്കുന്നത് കേട്ടോ. നേരത്തെ പട്ടാമ്പി മണികണ്ഠം ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു. വേറെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ചമാരെ ഇതാ നമ്മളെ റോഡിൽ കൂടെ കേശാൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റണമെന്നറിയില്ല. റോഡിൽ കൂടെ പോകുന്നുണ്ട്, കണ്ടില്ലേ? അതേപോലെ നമ്മുടെ ആനയുടെ കുളിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറുപ്പശ്ശേരി മണികണ്ഠനാട്ടത്. അതേതാണ്, നമുക്ക് പോയി നോക്കാം. ഓക്കെ, ആനവണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ആനവണ്ടി മാത്രമല്ല, അതിൽ ആനുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാൻ എന്തിനാണെന്നറിയില്ല. ഇതാട്ടോ ഇവിടെ ഇറങ്ങുകയാണേ. ആനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആണിലൊക്കെ വരാനുണ്ടാവും കേട്ടോ. വൈകുന്നേരം പരിപാടി കൊണ്ട് സാധാരണ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ബാഗിൽ കേട്ടോ പോണ്. അമ്മമാരെ ഇതാ ആണിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മച്ചാമാര് നമ്മളെ എക്സ്പോ ഒക്കെ വന്നിട്ടോ. എല്ലാ പ്രാവശ്യം ഉണ്ടാവലുണ്ട്, ഇവിടെ ഉണ്ടാവില്ല. അവിടെ ഗ്രൗണ്ടിലെ വണ്ടിയൊക്കെ മാറ്റാൻ പറയുന്നുണ്ട്. നമ്മുടെ മരണക്കിണർ കേട്ടോ. അതുപോലെ തന്നെ അവിടെ മറ്റേ ഒരു ബോട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ വണ്ടികൾ മൊത്തം മാറ്റാൻ കേട്ടോ. ഇവിടെ ബ്ലോക്ക് ആവണേനാണ് ഇവിടെ ഉണ്ടാവുന്നത് തോന്നുന്നത്. മറ്റേ ഗജസംഗമല്ല, ഇവിടെ തന്നെ തോന്നുന്നത്. നമ്മുടെ ഊക്കൻസ് കുഞ്ച് അങ്ങനെ കുറേ ആനുണ്ട് കേട്ടോ. അവിടെ 50 ആനൻ്റെ അടുത്ത് 50ഓളം വരുന്നുണ്ട്. ചിലപ്പോൾ അതിനും കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് എത്രേൻ്റെ അറിയില്ല, എത്രയാണ് ഉള്ളതെന്നുള്ളത്. എന്തായാലും 50ൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും.
അതെ നമ്മൾ പൂരപ്പറമ്പൊക്കെ ഇട്ട് കടന്ന കേട്ടോ. മറ്റേ എക്സ്പോ നേരെ ഓപ്പോസിറ്റ് അമ്പലത്തിൻ്റെ സൈഡിൽ പൂരപ്പറമ്പുണ്ടല്ലോ, ആ ഭാഗത്തുനിന്നാണ്. നമ്മുടെ ചെറുപ്പശ്ശേരി മണികളുടെ തിടമ്പേറ്റാണ്. അതുപോലെ കുറേ ആണ്ട് പാമ്പാടി രാജൻ, തെച്ചിക്കൊട്ടുകാവ്, രാമൻ, കേശവൻ, തിരുവമ്പറ, ചന്ദ്രശേഖരൻ, ഊക്കൻസ് കുഞ്ച്, ശരണയ്പ്പ, അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം കുറേ ആളുണ്ടാവില്ല ഇവിടെ. രാമൻ എല്ലാ പ്രാവശ്യം വരുന്നുണ്ട് കേട്ടോ അവിടെ. കച്ചവടക്കാരൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, കുറേ കച്ചവടക്കാരുണ്ട്. അപ്പുറത്തെ ഗ്രൗണ്ടിലത്തെ വണ്ടികളൊക്കെ മാറ്റേണ്ട പറഞ്ഞു. ആ ഭാഗത്ത് കുറച്ചാണ് ഈ കളിസ്ഥാനമൊക്കെ ഉള്ള കുറേ കച്ചവടക്കാർ ഈ ഭാഗത്തുള്ളത്. ഫുള്ള് ടോയ്സ് ആട്ടോ, ടോയ്സും അതേപോലെ തന്നെ കുറേ ഈ വള കമ്മൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. രണ്ട് സ്ഥലം കേട്ടോ, ഇത് മാത്രമല്ല അപ്പുറത്തൊക്കെ കുറേ ഉണ്ട്. മച്ചന്മാർ നമ്മൾ അവിടെ നേരെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ടാണ്. ഇറങ്ങാൻ പിള്ളേരല്ല, ഇവിടെ വേറെ കുറച്ച് കച്ചവടക്കാരുണ്ട്. ഈ ചെടിയും കാര്യങ്ങളൊക്കെ വെക്കണ്, ഗപ്പിങ് കാര്യങ്ങളൊക്കെ കച്ചവടം കിട്ടുക ആ ഭാഗത്തുണ്ട്. ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. മച്ചന്മാർ നമ്മൾ ഗ്രൗണ്ടിൽ നേരെ പുറത്തിറങ്ങിയിട്ടാണ്, റോഡ് സൈഡിലാണ്. അവിടെ ആ ഭാഗത്തോട്ട് സെൻറ്ററുള്ളത്, അവിടെ നിന്നാണ് രാമനങ്ങോട്ട് വരല്. ഇപ്പം ഉണ്ടാവില്ല, വൈകിട്ട് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. രാമനല്ല എല്ലാവരും വൈകിട്ട് ഇറങ്ങുള്ളൂ, ഇപ്പം ഇറങ്ങുന്നുണ്ടാവില്ല.